അസ്സലാമു അലൈക്കും. നമസ്കാരം. ഞാനിപ്പോൾ എൻ്റെ നല്ലവരായ സൗദി പ്രവാസികളുടെ ഓർമ്മയ്ക്ക് പറയാൻ പോകുന്നു. സൗദി പ്രവാസ ലോകത്ത് ഒരുപാട് പേര് ജോലി ചെയ്യുന്നവരുണ്ട്, പലതരത്തിലുള്ള അസുഖങ്ങളുണ്ട്, സ്ഥിരമായി ഗുളിക കുടിക്കുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ നാട്ടിൽ നിന്ന് നിങ്ങൾ ഡോക്ടറെ കാണിച്ച് ഗുളിക കൊണ്ടുവരുന്നവരുണ്ട്, വേദന സംഹാരികളുണ്ടാവും, സ്ഥിരമായിട്ട് ഊരക്ക് വേദന ഉള്ളവരൊക്കെ സ്ഥിരമായിട്ട് ഗുളിക കൊടുക്കുന്നവരുണ്ട്, അലർജി ആസ്തമ ഉള്ളവരുണ്ട്, ഷുഗർ, പ്രഷർ, അങ്ങനെ പലതുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ വേദന സംഹാരി ഊരക്കൊക്കെ സ്ഥിരമായിട്ട് കുടിക്കുന്ന ഗുളികകൾ വേദന സംഹാരി ഇങ്ങോട്ട് കൊണ്ടുവരാൻ പാടില്ല. ആസ്തമ അലർജീൻ്റെ പ്രശ്നങ്ങൾ അതും പറ്റൂല. സ്റ്റീറോയിഡ് ഗുളികളൊന്നും ഇവിടെ നിരോധിച്ചതാണ്. അപ്പോൾ ഒരു വ്യക്തി നാട്ടിൽ നിന്ന് ഗുളിക കൊണ്ടുവരാൻ നോക്കിയപ്പോൾ അത് കൊണ്ടുവരാൻ പറ്റില്ല എന്ന് തോന്നിയപ്പോൾ ഏതോ ഒരു കൊറിയർ ആൾ പറഞ്ഞാലോ, കൊറിയർ കമ്പനീൻ്റെ ആൾ പറഞ്ഞാലോ, ഞങ്ങൾ കൊറിയർ വിട്ടുതരാം ഗുളിക. അങ്ങനെ കൊറിയർ വഴി ഗുളിക അയച്ചു കൊടുത്തു. അദ്ദേഹം ഇവിടെ വന്ന് അത് റിസീവ് ചെയ്യാൻ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പോലീസ് പിടിച്ചു. അദ്ദേഹം ഉള്ളിലായി. അപ്പോൾ അദ്ദേഹം പുറത്താണുള്ളത്, ജയിലിലൊന്നുമല്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇക്കാൻ പുതുക്കാൻ കഴിയില്ല. അയാൾ ട്രാവൽ ബാനാണിപ്പോൾ, കുടുങ്ങി നിൽക്കുകയാണിപ്പോൾ. ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ മറ്റു കേസുകളും കാര്യം നാടുകടത്തിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പ്രത്യേകം ഞാൻ ഓർമ്മിക്കുന്നു, നിങ്ങൾക്ക് എന്ത് അസുഖമാണെങ്കിലും നാട്ടിൽ നിന്ന് ഗുളിക കൊണ്ടുവരുവാണെങ്കിൽ ഡോക്ടറുമായി ബന്ധപ്പെട്ട്, നാട്ടിലെ ഡോക്ടറുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരാൻ പറ്റുന്ന ഗുളികൾ, കൊണ്ടുവരാൻ പറ്റാത്ത ഗുളികളുണ്ട്. അതുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ കൊണ്ടുവരാൻ പറ്റാത്ത ഗുളികൾ കൊണ്ടുവരരുത് സുഹൃത്തുക്കളെ. പ്രത്യേകം ഞാൻ ഓർമ്മിക്കുകയാണ്. ബുദ്ധിമുട്ടാവരുത്, പ്രത്യേകം ഞാൻ ഓർമ്മിക്കുകയാണ്. കുടുങ്ങരുത്. അതിനാൽ ആജീവാന്റെ ജോലികളൊക്കെ നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് പോകും, ജയിൽ ഉണ്ടാവും, ശിക്ഷയുണ്ടാവും, നാട് കടത്തും. പ്രത്യേകം ഞാൻ ഓർമ്മിക്കുന്നു സുഹൃത്തുക്കളെ. എന്ത് സംശയം വിൽക്കാം. അസ്സലാമു അലൈക്കും.